വെൽക്കം ടു വൈൽഡ്മാലോ. ഇനി വരുന്ന LGS 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് 2024 ഒക്ടോബർ 15 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏതാനും ചില GK ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവ്ലങ്കർ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയാണ് VK വേലപ്പൻ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയാണ് VK വേലപ്പൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യറാണ്. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ. പാതേർ പാഞ്ചലി എന്ന നോവൽ എഴുതിയത് ആരാണ്? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. പാതേർ പാഞ്ചലി എന്ന നോവൽ എഴുതിയത് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച വിഖ്യാത ഗണിത ശാസ്ത്രജ്ഞനാരാണ്? രാമാനുജനാണ്. 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച വിഖ്യാത ഗണിത ശാസ്ത്രജ്ഞൻ രാമാനുജൻ. 4 വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ജോഗ് വെള്ളച്ചാട്ടം. അവ ഏതൊക്കെയാണ്? രാജ, റാണി, റോക്കറ്റ്, റോറർ. രാജ, റാണി, റോക്കറ്റ്, റോറർ ഇങ്ങനെ 4 വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ജോഗ് വെള്ളച്ചാട്ടം. നാഷണൽ ഫിലാറ്റിക് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഫിലാറ്റിക് മ്യൂസിയം ന്യൂഡൽഹിയിലാണ്. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? മസൂറിയിലാണ്. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറിയിലാണ്. നാണയത്തുട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ. നാണയത്തുട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ. നാംരൂപ്, ചന്ദ്രപൂർ താപവൈദ്യുത നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. നാംരൂപ്, ചന്ദ്രപൂർ താപവൈദ്യുത നിലയങ്ങൾ അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിൽക്കാൻ ഒരു സ്ഥലവും ശക്തിയുള്ള ഒരു കോലും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ പൊക്കി മാറ്റാം എന്ന് പറഞ്ഞത് ആരാണ്? ആർക്കിമിഡീസ് ആണ്. നിൽക്കാൻ ഒരു സ്ഥലവും ശക്തിയുള്ള ഒരു കോലും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ പൊക്കി മാറ്റാം എന്ന് പറഞ്ഞത് ആർക്കിമിഡീസ് ആണ്. നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങളാണ് ബോംബെയും രാജ്കോട്ടും. നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങളാണ് ബോംബെയിലും രാജ്കോട്ടിലും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം ഏതാണ്? പുതുച്ചേരിയാണ്. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം പുതുച്ചേരിയാണ്. 30 അംഗങ്ങളാണ് ഉള്ളത്. നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെ കടന്നുപോകുന്നു? 3. നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെയാണ് കടന്നുപോകുന്നത്? 3. നിള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള, പേരാർ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പതിനെട്ടര കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? മാനവവിക്രമവേദൻ. 18 കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? മാനവിക്രമവേദൻ. BBC രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1927. BBC രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1927. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയരോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയരോഗം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറുവിമാനമാണ് നേത്ര. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറുവിമാനമാണ് നേത്ര. ബിയാസ് നദിയുടെ പഴയ പേരാണ് വിപാസ. ബിയാസ് നദിയുടെ പഴയ പേരാണ് വിപാസ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതി. നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതുതരം നികുതി അടച്ചതിന്റെ രസീതാണ്? ഭൂനികുതിയാണ്. നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ എന്നറിയപ്പെടുന്ന 6 വാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ,
ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ എന്നറിയപ്പെടുന്ന 6 വാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി ഏതാണ്? വൈറസ് ആണ്. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി വൈറസ് ആണ്. പബ്ലിക് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. 1965 നേടിയത്. പബ്ലിക് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് ജയപ്രകാശ് നാരായണനാണ്. 1965. പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പഗോസ് ദ്വീപാണ്. പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പഗോസ് ദ്വീപ്. പാലിന്റെയും തേനിന്റെയും ദേശം എന്നറിയപ്പെടുന്നത് കാനൻ ആണ്. പാലിന്റെയും തേനിന്റെയും ദേശം എന്നറിയപ്പെടുന്നത് കാനൻ ആണ്. പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മൊസാർട്ട്, ബീഥോവൻ, ബാക്ക്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് മൊസാർട്ട്, ബീഥോവൻ, ബാക്ക്. PVC കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി വിക്ടർ റെജിനോൾഡ് ആണ് PVC കണ്ടുപിടിച്ചത്. ഹെൻറി വിക്ടർ റെജിനോൾഡ് ആണ് PVC കണ്ടുപിടിച്ചത്. 1838 കണ്ടുപിടുത്തം. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? കർണനാണ്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കർണനാണ്. PT ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. PT ഉഷയുടെ കോച്ചിങ് സെന്റർ എവിടെയാണ്? PT ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. പിത്തരസം എവിടെയാണ് സംഭരിക്കപ്പെടുന്നത്? പിത്താശയത്തിൽ, അതായത് ഗാൾ ബ്ലാഡറിലാണ് പിത്തരസം സംഭരിക്കപ്പെടുന്നത്. പിത്താശയത്തിലാണ് പിത്തരസം സംഭരിക്കപ്പെടുന്നത്. 13-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലി ആയിരുന്നു. 13-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലിക്കാരനായിരുന്നു. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാരാണ്? ഇന്ത്യക്കാരാണ്. പൂജ്യം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഇന്ത്യയാണ്. പൂജ്യം ഉപയോഗിക്കാത്ത ഒരു സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യ. പൂജ്യം ഉപയോഗിക്കാത്ത ഒരു സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യ. പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ആർക്കിയോളജി. പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ആർക്കിയോളജി. പുലിറ്റ്സർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ജോസഫ് പുലിറ്റ്സർ ആണ് പുലിറ്റ്സർ പുരസ്കാരം ഏർപ്പെടുത്തിയത്. പുലിറ്റ്സർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ഗോവിന്ദ് ബിഹാരി ലാൽ. പുലിറ്റ്സർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ഗോവിന്ദ് ബിഹാരി ലാൽ. 1937 ലഭിക്കുന്നത്. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലാണ്. പീച്ചി വാഴാനി അണക്കെട്ട് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ചൈന. പീരങ്കി ആദ്യമായി ഉപയോഗിക്കുന്നത് ചൈനയാണ്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ ഏതിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടവയാണ്. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലൻഡ് ആണ്. പുഞ്ചിരിയുടെ നാട് തായ്ലൻഡ്. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് കാരണം. പുന്നപ്ര വയലാർ സമരം നടക്കുന്ന വർഷം 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് മുള. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുളയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ പരാമർശമായിട്ടുള്ള നദി ഏതാണ്? യമുനയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. പുരാതന സിൽക്കുപാത കടന്നുപോകുന്ന ചുരമാണ് നാഥുല. പുരാതന സിൽക്കുപാത കടന്നുപോകുന്ന ചുരമാണ് നാഥുല. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പുകയിലയിലെ വിഷാംശമാണ് നിക്കോട്ടിൻ. പുകയിലയിലെ വിഷാംശമാണ് നിക്കോട്ടിൻ.
പൂർവാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യമാണ് റഷ്യ. പൂർവാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യയാണ്. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ് ആണ്. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ലൊസോത്തോ. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ലൊസോത്തോ. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പൃഥ്വി ഏതുതരം മിസൈലാണ്? കരയിൽ നിന്നും കരയിലേക്കുള്ള മിസൈലാണ് പൃഥ്വി. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേരെന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അക്കൻകാഗ്വ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്കൻകാഗ്വ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യമാണ് കാനഡ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യമാണ് കാനഡ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.